എല്ലാവർക്കും നമസ്കാരം. ദേവരയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്, സൗന്ദര്യ സംബന്ധമായ ഒരു യോഗയാണ്. നിങ്ങളെല്ലാവരും ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയകളിൽ കാണുന്നത് ഇക്കാര്യമായിരിക്കും. ഫേസ് യോഗ അല്ലെ? ഒരുപാട് തരത്തിൽ, ഒന്നോ രണ്ടോ മൂന്നോ ഒന്നുമല്ല, ഒത്തിരി രീതിയില് മുഖഭംഗി വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. യോഗയായിട്ട്, എക്സസൈസ് ആയിട്ട്, മസാജിങ് ആയിട്ട് പലതരത്തിലാണ് ഫേസ് യോഗ ചെയ്യുന്നത്. എന്തിനാ ഫേസ് യോഗ ചെയ്യുന്നത്? മുഖമാണ് നമ്മൾ ഏറ്റവും അധികം കൂടുതൽ ശ്രദ്ധിക്കുക അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഒരു പക്ഷേ മുഖഭംഗിക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 30-35 എബവ്, സ്വാഭാവികമായും നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ കുറയും. കുറച്ചൊക്കെ ഒന്ന് തൂങ്ങി അല്ലെ, കുറച്ച് തടി വെച്ചിട്ടുള്ള പ്രകൃതമാണെങ്കിൽ പറയുന്നില്ല, കുറച്ചൊക്കെ ഒന്ന് കവളൊക്കെ ഒന്ന് വീർത്ത് തൂങ്ങി കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിലൊക്കെ നിറയെ വരകൾ വീണിട്ടുണ്ടാവും, ചുളിവുകൾ വീണിട്ടുണ്ടാവും. അതുപോലെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ ഇവിടെ പ്രത്യേകമായിട്ടൊരു ലൈൻ വന്നിട്ടുണ്ടാവും അല്ലേ? അതുപോലെയോ ലൈനൊക്കെ പോയി അല്ലേ? നമ്മുടെ ഇവിടുത്തെ ചിന്നിന്റെ അവിടെയൊക്കെ ഒരു തുടിപ്പല്ലാത്ത രീതിയിൽ, അതായത് കുറച്ചുകൂടെ ഒക്കെ മാംസം തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ, ജോ ലൈനൊക്കെ ഒന്നും കാണാത്ത രീതിയിൽ ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും കുറെ പേരുടെയൊക്കെ ഉണ്ടാവുക അല്ലെ? എല്ലാവരുടെയും അല്ല, അത് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചർമ്മത്തിൽ വരുന്ന മാറ്റങ്ങളാണത്. ഫാറ്റ് കൂടുതലാവുകയും കുറച്ച് തടി വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുഖത്തും അതിൻ്റെതായ മാറ്റങ്ങൾ പ്രകടമാകും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളെ മാനസികമായി തകർക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ഡൗൺ ആക്കുന്ന ഒരു കാര്യമാണ് മുഖഭംഗി. തൂങ്ങി നിൽക്കുന്ന നമ്മുടെ മുഖം ഇല്ലേ? കവളൊക്കെ തൂങ്ങി, ഒരു കണ്ണിന്റെ തടത്തിലൊക്കെ കറുപ്പ് നിറങ്ങൾ വന്ന് കണ്ണൊക്കെ ഉള്ളിലേക്ക് പോയി ഒരു ഭംഗിയില്ലാതാവുന്നു എന്നൊരു, നമ്മളെ മുഖഭംഗി ഇല്ലായ്മ നമുക്ക് എന്താണ്? ആത്മവിശ്വാസം കുറയ്ക്കും. നമ്മുടെ ഭംഗി നമ്മുടെ ആത്മവിശ്വാസമാണ് അല്ലെ? ഭംഗി എന്ന് വെച്ചാൽ കുറെ നിറം ഉണ്ടാവുക, അല്ലെങ്കിൽ കുറെ മേക്കപ്പ് ചെയ്യുക, അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എന്താണോ ഈശ്വരൻ തന്നിട്ടുള്ളത്, നമ്മുടെ അച്ഛനമ്മമാര് തന്നിട്ടുള്ളത്, ആ ഒരു മുഖത്തെ ഏറ്റവും ഭംഗിയാക്കി നമ്മൾ ആരോഗ്യപരമായ രീതിയിൽ ഭംഗിയാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഫേസ് യോഗയുടെ പ്രധാന ലക്ഷ്യം. പ്രധാനമായും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. ഈ ചത്തുപോകുന്ന എന്നൊക്കെ പറയില്ലേ, നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങൾ ഉണ്ടല്ലോ എന്നറിയാം, നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പോകുന്ന കോശങ്ങളെയൊക്കെ ഒന്ന് പുനർജീവിപ്പിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് ഒരു ഗ്ലോ വർദ്ധിക്കും. അത്രയാണ് നമ്മൾ ഫേസ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഫേസ് യോഗയിൽ ഒരുപാടുണ്ട്, ഒത്തിരി ഉണ്ട്. എല്ലാം ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാം ഒരു കുഞ്ഞു വീഡിയോയിൽ എല്ലാം പറയാന്നുള്ളതും സാധ്യമല്ല. പിന്നെ ഒരുപാട് എണ്ണം കാണുകയും ഒരേ സമയം ഒരുപാട് തരത്തിൽ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, മാത്രമല്ല ദോഷമുണ്ട് താനും. കാരണം ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ മുഖം അല്ലെ? അപ്പൊ അവിടെയൊക്കെ ഓവറായിട്ട് മസാജ് ചെയ്യുന്നത് എപ്പോഴായാലും ദോഷം ചെയ്യും. ഓവർ മസാജിങ് വേണ്ട. അപ്പൊ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു 2-3 മിനിറ്റ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കി ഒരു 3 മിനിറ്റ് ചെലവാക്കിയാൽ നിങ്ങളുടെ മുഖത്തിന്റെ ആ സൗന്ദര്യത്തെ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നോക്കാം. ആദ്യം നമ്മൾ നെറ്റിയിലേക്ക് പോവാം കേട്ടോ. നെറ്റിയിലാണ് അല്ലെ? നെറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിറയെ ചുളിവുകൾ വരാനുള്ള സാധ്യത, ഒരു പ്രായം കഴിഞ്ഞാല് നെറ്റിയിലൊക്കെ ഇങ്ങനെ വരകൾ, ചുളിവുകളൊക്കെ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് അത് കുറയ്ക്കാൻ ആദ്യം നോക്കാം. എന്താ ചെയ്യേണ്ടത്? അത് കുറയ്ക്കാൻ നമ്മുടെ 2 ഇൻഡെക്സ് ഫിംഗറും പിടിച്ച് നമ്മൾ ഈ നെറ്റിയുടെ 2 ഇരുവശങ്ങളിലും വെച്ചുകൊണ്ട് വളരെ സാവധാനത്തിൽ ഇങ്ങനെ ഒഴിയുന്നു. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും
നേരെ വെച്ചിട്ടാണെങ്കിൽ ദാ ഇങ്ങനെ. ഭയങ്കരമായിട്ട് അമർത്തിയിട്ടല്ല കേട്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടും അല്ല. നമ്മൾ അറിയണം, നമ്മുടെ ബോഡി അറിയണം നമ്മൾ ഇങ്ങനെ വീഴുന്നു എന്നുള്ളത്. അത്രേ വേണ്ടു. ഇതൊരു 10 തവണ ചെയ്യും. കൃത്യമായിട്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കൂ, വ്യത്യാസം അറിയാം കേട്ടോ. ആദ്യം ചെയ്യുന്നത് ഇതാ ഇങ്ങനെ 2 വശങ്ങളിലേക്ക് ചെയ്തു. അതിന് താഴെ, അതിന് ശേഷം നമ്മളിതാ കണ്ണിന്റെ തടം കണ്ടിട്ടില്ലേ എല്ലാവരുടെയും? പലരുടെയും കണ്ണിന്റെ കറുപ്പ് ഉറക്കക്കുറവൊക്കെ മൂലം കാരണമാണ്, ടെൻഷനും സ്ട്രെസ്സൊക്കെ കൊണ്ടാണ് കണ്ണിന്റെ തടത്തിൽ കറുപ്പ് കളർ വരുന്നതെങ്കിലും നമുക്കതൊന്ന് മാറ്റാൻ ശ്രമിച്ചു നോക്കാം. ഇതാ പതുക്കെ ഇങ്ങനെ എടുത്ത് 2 വിരലുകളെ ചേർത്ത് വെച്ചു. ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. ഇവിടെ ഒന്ന് ജസ്റ്റ് സർക്കിൾ ചെയ്തു. വീണ്ടും ഇത് കണ്ണിനും വളരെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ നമ്മള് 10 വട്ടം ചെയ്യാം കേട്ടോ. 10 വട്ടം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ വളരെ കുറച്ച്, ജസ്റ്റ് സെക്കൻഡ്സ് മാത്രമാണ് നമുക്കിത് ചെയ്യാൻ ആവശ്യമായ സമയം. ഇത് നമ്മുടെ മൂക്കിന്റെ ഭംഗി എപ്പോഴും നമ്മുടെ കവിതകളിലും കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ വർണ്ണിക്കുന്ന ഒന്നാണ് മൂക്ക്, അല്ലെ? മൂക്ക് നല്ല ഭംഗിയായിട്ടിരിക്കാൻ നമ്മള് ഇങ്ങനെ ഇരുവശങ്ങളിലും ഇങ്ങനെ ഒഴിഞ്ഞ് താഴെ ഇങ്ങനെ മസാജ് ചെയ്യാം. ഇരുവശങ്ങളിലും ഒഴിഞ്ഞ് മസാജ് ചെയ്യാം കേട്ടോ. തിരിച്ചു. ഇനി എന്താണ്? ഇനി നമ്മുടെ കവിളിൽ, അല്ലെ? കവിളിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുതൽ ചിരിക്കുന്നവരിലാണ്, എല്ലാ സമയവും ചിരിക്കുന്നവരിൽ സ്വാഭാവികമായി ഇതുപോലെ ഇങ്ങനെ റിങ്കിൾസ് വരും. അപ്പൊ അത് നമുക്ക് മാറ്റാൻ എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ഒരിക്കലും നിങ്ങൾ താഴേക്ക് ഇങ്ങനെ അമർത്തി ഒഴിയരുത് ഒരു കാരണവശാലും. ഫേസ് ഇപ്പൊ നല്ല കവിളുള്ളവർ കാണാൻ പലപ്പോഴും ഇങ്ങനെ അമർത്തി അങ്ങ് ഒഴിഞ്ഞ് ഇങ്ങോട്ട് കളയും. ഒരിക്കലും അങ്ങനെ ചെയ്താൽ അത് അഭംഗിയാവുകയുള്ളൂ കേട്ടോ. ഭംഗി കൂട്ടാനുള്ളതല്ല, അഭംഗിയാവുകയുള്ളൂ മുഖത്തിന്. അതുകൊണ്ട് അത് എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ കൈകൾ നമ്മൾ ചുരുട്ടി പിടിക്കുക. വളരെ സാവധാനം ഇങ്ങനെ ഇരുവശങ്ങളിലും വെച്ചുകൊണ്ട് ഉണ്ടോ ഇവിടെയാണ് നമ്മൾ കൊണ്ടുപോയി ഇരുവശങ്ങളിലേക്കും. മനസ്സിലായോ? ഈ ഭാഗത്തെ ലൈൻസ് ഒക്കെ മാറി നല്ല ഭംഗിയാവും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മുഖ സൗന്ദര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജോ ലൈൻ എന്നുള്ളത്, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ഇവിടെയാണ് ശരിയാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നമ്മളൊരു 10 വട്ടം ഇങ്ങനെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇനി നമുക്ക് ഈ ലൈൻ ശരിയാക്കാം. 2 വിരലുകൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ 10ഓ 20ഓ വട്ടം ചെയ്യാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കേട്ടോ. നിങ്ങൾ ഫേസിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു 5 ദിവസം ചെയ്തു, ഒരാഴ്ച ചെയ്തു, 2 ആഴ്ച ചെയ്തു, നിർത്തിക്കളയരുത്. ഒട്ടും ഗുണം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങളത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കിയിട്ട് നിത്യേന ചെയ്യാം. എല്ലാ ദിവസവും കൃത്യമായി എത്ര കുറച്ച് സമയം വേണം ഇത് ചെയ്യാൻ, കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ മുഖത്തിനുള്ള മാറ്റം നിങ്ങളെ തന്നെ അമ്പരപ്പിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ മാറ്റം അറിയാൻ സാധിക്കും. ഇനി നമ്മുടെ ചെവിയാണ്. ചെവിയുടെ അവിടെ 2 വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ കവിളുകൾ, നമ്മുടെ ഇവിടുത്തെ റിങ്കിൾസിനെയാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഈ കവിളുകളെ ഒന്നുകൂടെ സുന്ദരമാക്കാൻ ബലൂൺ വീർപ്പിക്കുന്നത് പോലെ നമ്മൾ
ഇങ്ങനെ ചെയ്യാം. ബലൂൺ വീർപ്പിക്കുന്നത് പോലെ 2 കവിളുകളും വീർപ്പിക്കാം. പതുക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ കണ്ണിന്റെ 2 താഴെയുള്ള ഭാഗങ്ങളിൽ കേട്ടോ ടാപ്പ് ചെയ്യാം. സിമ്പിൾ അല്ലേ? ഇനി ഒരു കാര്യം കൂടെ, നമ്മള് 3 അക്ഷരങ്ങൾ ഉച്ചരിക്കാം. അതായത് ഉ ആ ഇ, ഉ ആ ഇ, ഉ ആ ഇ, ഉ ആ ഇ. ഇവിടെ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഒരു 10 തവണ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ ഇങ്ങോട്ടുള്ള ഭാഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈകൾ രണ്ടും ചുരുട്ടി പിടിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം, അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു കാര്യം, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇരുപുരികങ്ങളും ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവയ്ക്കും. പിന്നെയോ ഇങ്ങനെ പതുക്കെ 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 പതുക്കെ. ഇത്രയും കാര്യങ്ങള് നിങ്ങൾ എല്ലാ ദിവസവും, ഞാൻ വീണ്ടും പറയുന്നു, ഫേസ് യോഗയ്ക്കുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അത് എല്ലാ ദിവസവും ചെയ്യാന്നുള്ളതാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ മുഖമായി കഴിയും. എങ്ങനെയായിരുന്നു ആദ്യം അതുപോലെ തന്നെ പിന്നീട് വീണ്ടും അങ്ങനെ തന്നെ ആവാനുള്ള വളരെയധികം ചാൻസ് കൂടുതലാണ് ഫേസിന് മാത്രം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യാം. ഒരു 5 മിനിറ്റ് സമയമല്ലേ വേണ്ടു. നമ്മുടെ മുഖം എങ്ങനെയാണോ അത് ഏറ്റവും ഭംഗിയാക്കി വെക്കുക എന്നുള്ളത്, അത് നമുക്ക് ആത്മവിശ്വാസം തരുന്ന കാര്യമാണ്. ആ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഈ ഫേസ് യോഗ ഒരുപാട് ഉപകരിക്കും. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി ചെയ്തിട്ട് എന്നോട് പറയണം കേട്ടോ, എന്താണ് മാറ്റം എന്നുള്ളത്. നിങ്ങളുടെ കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കണ്ടവരൊക്കെ അഭിപ്രായം അറിയിക്കുന്നതിൽ. അപ്പൊ ഇനിയും അതുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു കാര്യമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹം.